ഫെഡറൽ ബാങ്കിൻ്റെ ചാലക്കുടി ബ്രാഞ്ചിൽ നിന്നും നട്ടുച്ചയ്ക്ക് കേട്ടോ കത്തി കാട്ടി ഒരാൾ വന്ന് മാനേജരെയും മറ്റൊരു ജീവനക്കാരനും അവർ മെയിൻ ഹാളിലുണ്ടായിരുന്നു. അവരെ നേരെ ഡൈനിങ് റൂമിൽ ബാക്കി 4 പേരിരുന്ന് ആഹാരം കഴിക്കുകയാണ്. ആ ഡൈനിങ് റൂമിലേക്ക് കയറ്റി അവരെ അകത്ത് കയറ്റി നിർത്തിയിട്ട് കുറ്റിയം കിട്ടു പുറത്തുനിന്ന്. അപ്പോൾ മറ്റൊരു ജീവനക്കാരൻ വെളിയിൽ ആഹാരം കഴിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ ഈ വന്ന മാന്യൻ അപ്പോൾ അയാളെ തിരിച്ചറിഞ്ഞു. പോലീസ് പിടികൂടി. റിജോ ആൻ്റണി എന്ന് പറയുന്നത് ചാലക്കുടിക്കാരൻ തന്നെയാണ്, വേറെ ദൂരെ നിന്നൊന്നുമല്ല, ഫോട്ടോയ്ക്ക് എടുത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ ഇയാൾ വളരെ വലിയ ആഡംബര ജീവിതമാണ് നയിച്ചു വന്നിരുന്നത്. നല്ല വലിയ വീടും ഒക്കെ ആണ് ഉള്ളത്. അപ്പോൾ ഇയാളുടെ ഭാര്യ വിദേശത്താണ്. വിദേശത്ത് നിന്ന് ഭാര്യ ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന പണം മുഴുവൻ എടുത്ത് ഈ ആശാൻ പുട്ടടിച്ചു കേട്ടോ, ചിലവാക്കി കഴിഞ്ഞപ്പം ഭാര്യ തിരിച്ചു വരാറായി. ഭാര്യ വന്നു കഴിഞ്ഞാൽ ഈ പണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇയാൾ ഉറപ്പായിട്ട് പുറത്താവും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇയാൾ ഭാര്യയെ കാണിക്കാനാണ് ഈ പണം ഇയാൾക്ക് വേണ്ടിയിരുന്നത്. കൂടുതലൊന്നും വേണ്ടിയിരുന്നില്ല, ഒരു 15 ലക്ഷം രൂപ വേണമായിരുന്നു. പക്ഷേ ഇയാൾ അത്യാഗ്രഹമൊന്നുമല്ല കേട്ടോ. ഇയാൾ ഇവരെ അകത്ത് കയറ്റി പൂട്ടിയതിന് ശേഷം ഈ ക്യാഷ് കൗണ്ടറിൻ്റെ ചില്ല് തകർത്താണ് അതിൽ നിന്ന് മോഷണം നടത്തിയത്. അവിടെ ഏതാണ്ട് 45 ലക്ഷം രൂപ എങ്ങാണ്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് നടുക്കുന്ന് അതിൻ്റെ മധ്യത്തുനിന്ന് 5 ലക്ഷം രൂപ വീതമുള്ള ഒരു 3 കെട്ട് 15 ലക്ഷം അതിൻ്റെ ആവശ്യം അയാൾക്കുള്ളായിരുന്നു. അത് എടുത്തുകൊണ്ട് ഇയാൾ സ്ഥലം വിടുകയാണ്. അപ്പോൾ ഇയാൾ മുഖംമൂടി എന്ന് പറഞ്ഞാൽ ഈ ഹെൽമെറ്റ് വെച്ചിരുന്നു. ഇപ്പോൾ ആർക്കും തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല, ഹെൽമെറ്റാണ് ഉള്ളത്. നല്ലൊരു കത്തിയും കയ്യിലുണ്ട്. ഇയാൾ വന്നത് ഒരു സ്കൂട്ടറിലാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാലെങ്കിലും പിടിക്കുമല്ലോ. അത് കാരണം അവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ കൊണ്ട് നിർത്തി ഈ സ്കൂട്ടർ. അതിനുശേഷം വന്ന് ഇതേപോലെ ഈ കലാപരിപാടികളൊക്കെ നടത്തി പണം കൈക്കലാക്കിയിട്ട് നേരെ സ്കൂട്ടറിൽ കയറി പോയി അവിടുന്ന്. അപ്പോൾ സ്കൂട്ടറിൽ കയറി പോകാൻ നേരത്തെ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന ഒരു ഡ്രസ്സ്, പിന്നെ ഇയാൾ വീട്ടിൽ ചെല്ലുന്നത് വരെ ഇയാൾ 3 പ്രാവശ്യം വേഷം മാറി എന്നുള്ളതാണ് കേട്ടോ. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടൊക്കെ ചെയ്തതാണ്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളുണ്ട്. പിന്നെ അത് കൂടാതെ ഇയാളുടെ ഫോൺ കോളുകൾ വന്നത് അതൊക്കെ പരിശോധിച്ച് നോക്കി ഒക്കെയാണ് മനസ്സിലാക്കിയാണ് പോലീസ് ഇയാളെ, കാരണം ഇയാൾക്ക് ഇവിടെ വന്ന സമയത്ത് ഏതൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് നോക്കി ഇയാളെ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. പോലീസ് ഇയാളെ കണ്ടുപിടിച്ചു. ഏതായാലും ഇയാളെ ബുദ്ധിമുട്ടൊക്കെ മാറി, കാരണം ഇനി പോലീസ് പിടിച്ചല്ലോ. ഇനി ഏതായാലും കുറേ നാൾ സുഭിക്ഷമായിട്ട് അദ്ദേഹത്തിന് അകത്ത് കിടന്ന് ഗോതമ്പ് കൊണ്ട് നിന്ന് ആരോഗ്യം മെച്ചപ്പെടുത്താം, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം ഇയാൾ ഈ ഭാര്യയെ പേടിച്ചാണല്ലോ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇനി പറഞ്ഞു നിൽക്കാനും ഒരു അതും ഒരു മാർഗമുണ്ട്, കാരണം അവളെ പേടിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഭാര്യയെ അടുത്ത് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും. ഏതായാലും നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇതിപ്പോൾ പോലീസിൻ്റെ വർഷം അനുസരിച്ച് 10 ലക്ഷം രൂപ ഇതിൽ നിന്ന് കിട്ടിയെന്നാണ്. അപ്പോൾ ഈ 5 ലക്ഷം രൂപയിൽ നിന്ന് അയാൾ 2 ലക്ഷം രൂപ എങ്ങാണ്ട് കടം വീട്ടാൻ ഉപയോഗിച്ചതായിട്ടാണ് അയാളുടെ കയ്യിൽ നിന്നുള്ള വാർത്ത ഇന്ന് പത്രമാധ്യമങ്ങളിൽ നിന്ന് ഞാൻ കണ്ടത്. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ വർഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷമേ കിട്ടിയുള്ളൂ. അപ്പോൾ 2 ലക്ഷം കടം വാങ്ങിക്കാൻ പോയി, പിന്നെ ഈ 3 ലക്ഷം ചിലവായിപ്പോയി എന്ന് വരും ഇനി. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് ഈ പോലീസിനും പെരുവശം വരും. കാര്യം ഈ പണം എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ കൊണ്ടുപോയി, അയാൾക്ക് ചിലവാക്കാനൊന്നും സമയമൊന്നും കിട്ടിയില്ല. ഏതാണ്ട് 36 മണിക്കൂറിനകത്ത് പ്രതിയെ പിടിച്ചു. അയാൾ ആർക്കാണ്ട് കൊടുത്ത 2 ലക്ഷം രൂപയോ 2.5 ലക്ഷം രൂപയോ എങ്ങാണ്ട് കടം വീട്ടാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതല്ലാതെ അയാൾ വേറെ ഒന്നും ഉപയോഗിച്ചതായിട്ട് കേസില്ല. അങ്ങനെ വരുന്ന ഉടനെ ബാക്കി ഈ പൈസ കിട്ടണം. അപ്പോൾ അത് 10 ലക്ഷം ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്കയിരക്കെന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഇത് ഒട്ടിപ്പിടിക്കും. ഇത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ പണം എടുക്കാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഈ പണം എടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് അത് ഒട്ടിപ്പിടിക്കാറുണ്ട്. ഇനി അങ്ങനെ ഒട്ടിപ്പിടിച്ചാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ കണക്കൊക്കെ പോലീസും കൂടെ പറയേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ബാക്കി തുകയും കൂടെ റിക്കവർ ചെയ്യണം. അതാണ് നിർബന്ധമായിട്ട് വേണ്ട. ഇയാൾ ആർക്ക് കൊടുത്തു, എവിടെ കൊടുത്തു എന്നനുസരിച്ച് 36 മണിക്കൂറിനകത്ത് അയാൾ വളരെ ധൈര്യമായിട്ട് അയാൾ വീട്ടിൽ തന്നെ ഇരുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ, അയാൾക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന്. അങ്ങനെ പറ്റിപ്പോയതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് സയൻറ്റിഫിക് മെത്തേഡ്സിൽ ഇതൊക്കെ എങ്ങനെയായാലും വെളിവാകും, പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കണം. റിജോ ആൻ്റണി ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടന്നുപോയി. പിന്നെ വേറെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അയാളൊരു മാന്യനായ കള്ളൻ എന്ന് നമുക്ക് പറയാവുന്നതിൻ്റെ കാരണം
ഈ 45 ലക്ഷം രൂപ വരുന്നെങ്കിലും അത് മുഴുവൻ എടുക്കാൻ അയാൾ തയ്യാറായില്ല. 15 ലക്ഷം അയാൾക്ക് ആവശ്യമുള്ള പണം മാത്രമേ എടുത്തുകൊണ്ട് പോയുള്ളൂ. ഇനി അതേ അയാളെ കൊണ്ടുവന്ന് ചിലപ്പോൾ ബാഗിനകത്ത് അതേ കൊള്ളത്തുള്ളായിരിക്കും, അതായിരിക്കും കാര്യം. എന്തായാലും ശരി, അയാൾ അത്രേ എടുത്തുള്ളൂ. അതിൽ നിന്നിപ്പോൾ 10 ലക്ഷം രൂപ തിരികെ കിട്ടിയിട്ടുണ്ട്. ബാങ്കിൻ്റെ പണമാണ്, നഷ്ടപ്പെടാൻ പാടില്ല. അത് എങ്ങനെയായാലും പോലീസ് ബാക്കി കണ്ടെടുത്ത് കൊടുക്കണം.